അല്ല, ഇതിന്റെ അകത്തുള്ളൊരു പ്രശ്നം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ല. മറ്റേ തൊഴിൽ നിയമങ്ങൾ ഇല്ലാതായി. അപ്പോൾ നമ്മളൊരു അനിശ്ചിതത്വമുണ്ട് ഈ രംഗത്ത്. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പുതിയ ലേബർ കോഡിൽ വന്നിരിക്കുന്ന തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യും എന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നടപ്പാക്കില്ല എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒരു തൊഴിൽ നിയമവും പ്രാബല്യത്തിൽ ഇല്ലാത്ത സ്ഥിതി വരും. നേരത്തെ തൊഴിൽ നിയമങ്ങളെല്ലാം ഇല്ലാതായി. ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പ്രശ്നം മനസ്സിലായല്ലോ. നേരത്തെ ഒരു തൊഴിൽ നിയമവും ഇല്ല. ഒരു തൊഴിൽ നിയമവും ഇല്ലാതെ ഈ തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളോടും അല്ല എതിർപ്പ്. 3-4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എതിർപ്പ്. ഞങ്ങളും പാർട്ടി എന്നുള്ള നിലയിൽ ലേബർ കോഡിനെ പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തതാണ്. പക്ഷേ ഏതെങ്കിലും തൊഴിൽ നിയമം സംസ്ഥാനത്ത് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പറ്റുമോ? തൊഴിലാളികൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ?